ഇറാനും അമേരിക്കയും തമ്മിലുള്ള അടി ഒരു വശത്ത് അവിടെ നടക്കുന്നുണ്ട്. ഇറാനെ ഒതുക്കി എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്താ പുറത്തു വരുന്ന വിവരങ്ങൾ, ഇന്നിപ്പോ ഇസ്രായേൽ ടൈംസിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആ വാർത്ത കണ്ടപ്പോഴാണ് കളി എവിടെ എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാകുന്നത്. ഇറാൻ ഒരു ഫീനിക്സ് പക്ഷി കളി അമേരിക്കന്റെ ബുദ്ധിജീവികളെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഡ്രോണുകൾ വീണ്ടും നിർമ്മിച്ചു കൂട്ടുന്നു ഇറാൻ എന്നാണ് പറയുന്നത്. ഈ ഡ്രോണുകളെ കൊണ്ട് കുടുങ്ങിയിരുന്നു സത്യം പറഞ്ഞാൽ ഇസ്രായേലും അമേരിക്കയും. ഇസ്രായേലിലേക്കാണ് ഡ്രോണുകൾ ഇങ്ങനെ ചെന്നത്. ആ ഒരു ഡ്രോണിനെ തകർക്കാൻ വേണ്ടി 10-20 കോടി വിലയുള്ള ആയുധങ്ങളാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. ഏത് 10-20 ലക്ഷം രൂപ വിലയുള്ള ഈ ഡ്രോണുകളെ തകർക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഡ്രോണുകൾ നിർമ്മിച്ചു കൂട്ടണം ഏറ്റവും ആധുനിക ടെക്നോളജിയിൽ. ആ ടെക്നോളജി അമേരിക്കയ്ക്കോ ഇസ്രായേലിനൊന്നും ഇല്ല എന്നാ പറയണം. അവർ സ്വയം ആർജിച്ചെടുത്താണല്ലോ. കഥയറിഞ്ഞു ദ്രോണർ മരിച്ചു എന്ന് ഒരു ചൊല്ലുണ്ട്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ കഥയറിയാതെ അമേരിക്കൻ ചാര സംഘടനകൾ വായും പൊളിച്ച് മേലോട്ട് നോക്കിയിരിക്കുകയാണ്. ഇറാന്റെ സൈനിക ശേഷിയൊക്കെ നമ്മൾ അടിച്ചു, തകർത്തു, ചുട്ടു, ഇനി അവർ പച്ച തൊടാൻ വർഷങ്ങൾ കിടക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കണക്കും കൂട്ടി കോട്ടിട്ട് നടന്ന US ഇന്റലിജൻസ് ടീമിനെ ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ വീണ്ടും ഫോമിലായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഇനിയിപ്പോ 6ഉം 4ഉം വേണ്ടി വന്നാൽ സിംഗിളും ഒക്കെ അവരിങ്ങനെ തൊടുത്തു വിടുമെന്നാണ് പറയുന്നത്. അവരാകട്ടെ 6ഉം 4ഉം എല്ലാം അടിക്കുന്നത് ഈ മിന്നൽ വേഗതയിൽ നിന്നാ, പ്രകാശ വേഗതയിൽ നിന്നൊക്കെയാണ് പറയുന്നത്. സംഭവം ലളിതമാണ്. യുദ്ധത്തിൽ തകർന്ന അവരുടെ സൈനിക ശേഷിയും പ്രത്യേകിച്ച് ലോക പ്രശസ്തമായ ഡ്രോൺ നിർമ്മാണവും ഒക്കെ ഇറാൻ പുഷ്പം പോലെ പുനരാരംഭിച്ചു കഴിഞ്ഞു എന്നാണ് CNN റിപ്പോർട്ട് പറയുന്നത്. അമേരിക്കൻ ബുദ്ധിജീവികൾ കണക്ക് കൂട്ടി വെച്ചിരുന്ന എല്ലാ ടൈം ലൈനുകളും ഇറാൻ കാറ്റിൽ പറത്തിയിട്ടുണ്ടെന്നും കേവലം 6 മാസം കൊണ്ട് ഇറാൻ പഴയതിലും ഉഷാറായി തിരിച്ചു വരുമെന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പേടി. ബാക്ക് സ്റ്റേജിലെ ആ 2 പേർ ഇറാൻ ഇത്ര പെട്ടെന്ന് ബൂസ്റ്റ് കുടിച്ച ബാലനെ പോലെ ശക്തി ആർജിച്ചതിന് പിന്നിൽ ചില രഹസ്യ കൂട്ടുകാരുണ്ട് എന്നാണ് അമേരിക്ക പറയുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ ചൈനയും റഷ്യയും തന്നെ. ഫെബ്രുവരിയിൽ യുദ്ധം തുടങ്ങിയത് മുതൽ ചൈന ഇറാനിലേക്ക് മിസൈൽ പാഴ്സൽ അയക്കുന്നുണ്ട് എന്നാണ് US ആരോപണം. എന്നാൽ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പതിവ് പോലെ ഞങ്ങളെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വെറും ഒരു അസംബന്ധമാണ്. ട്രംപ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും ഇതും അതിൽപ്പെട്ടത് തന്നെയാണ് എന്ന് പറഞ്ഞ് കൈ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപിന്റെ അതിർത്തിയിലെ കളിയാണെങ്കിലോ കൂടുന്നുമുണ്ട്. ഇതിനിടയിൽ യുദ്ധം നിർത്താനുള്ള പുതിയ US ഓഫറുകൾ ഇറാൻ ഇരുന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ സൗജന്യമായിട്ടൊന്നുമല്ല. നേരത്തെ പറഞ്ഞ, അതായത് യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ട്. ഞങ്ങൾ മരവിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്വത്തും പണവും ഒക്കെ തിരിച്ചു തരണം, ഒപ്പം കടലിലെ ആ ഉപരോധം എടുത്ത് കളയണം, ഹോർമൂസ് നമുക്ക് തരണം. ഇതൊക്കെ തന്നെയാണ് ഇറാന്റെ ആ പഴയ ഡിമാൻഡ്. അത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെങ്കിൽ പതിവ് ശൈലി തന്നെ മാറ്റി പിടിച്ചിട്ടില്ല. കാര്യങ്ങൾ ഇപ്പോ ബോർഡർ ലൈനിൽ ഒന്ന് ഉറപ്പിച്ചു വെച്ചേക്കാണ്. ഒന്നുകിൽ ഡീൽ നടക്കും, അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത പണി ഉടൻ വരും. 100% കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്നത് പോലെ അങ്ങോട്ട് അനുസരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിനുള്ള മറുപടി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കളി മാറും എന്ന് തന്നെയാണ് പറയുന്നത്. അതേസമയം ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗേൽ ഗാലിഫ് വിട്ടുകൊടുക്കാനായിട്ട് ഒരു ഭാവമില്ല. അമേരിക്ക വീണ്ടും യുദ്ധം തുടങ്ങാനാണ് നോക്കുന്നത്, ഞങ്ങളെ എങ്ങാനും തൊട്ടാൽ തിരിച്ചടി ശക്തമായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് മീശ പിരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പിരിപ്പ് വെറുതെ ആവൂല, തൊട്ടാൽ കൊടുക്കും. ഇറാൻ അങ്ങനെയാണ്, അങ്ങോട്ട് ചെന്ന് തൊടൂല. ഇങ്ങോട്ട് തൊട്ടു കഴിഞ്ഞാൽ പിന്നോട്ട് വിടുകയുമില്ല. ഇസ്രായേൽ ചെന്ന് തൊട്ടു, ആ യുദ്ധം നിർത്താൻ ഇസ്രായേൽ കുറെ പാടുപെട്ടു. പിന്നെ അമേരിക്ക ചെന്ന് തൊട്ടു, അമേരിക്ക എങ്ങനെങ്കിലും ഒന്ന് നിർത്തിപ്പോകാൻ വേണ്ടി ഒരുപാട് പാടുപെട്ടു. ഇപ്പൊ നിർത്തി വെച്ചേക്കാണ്. ഇനി ഞങ്ങളെ കൊണ്ട് തൊടിക്കരുത്, തൊട്ടു കഴിഞ്ഞാൽ പണിയാകും എന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് അടുത്തൊരു മരക്കുരിശുമായിട്ട് മുന്നോട്ട് വരുന്നത്. നമ്മൾ ട്രംപ് തന്നെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹോർമൂസ് കടലിടുക്കില് ഒരു ടോൾ ബൂത്ത് ഉണ്ടാക്കുകയാണ്. പേർഷ്യൻ ഗൾഫിലെ ഹോർമൂസ് കടലിടുക്കില് അവർ സ്വന്തമായി ഒരു നിയന്ത്രണ മേഖല തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ വഴിക്കും കാണാൻ കപ്പൽ ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഇറാന്റെ അനുമതി വേണം അത്രേ. ഇതിനെതിരെ UAE നല്ല കടുപ്പത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. യുദ്ധത്തിൽ തോറ്റിട്ട് ഇപ്പോൾ കടലിടുക്ക് പിടിക്കാൻ വരുന്നു, ഇതൊക്കെ ഇറാന്റെ വെറും ദിവാസ്വപ്നമാണ് എന്നാണ് UAE പരിഹസിക്കുന്നത്. അതായത് UAE പറയുന്നതും നമ്മൾ ട്രംപണ്ണൻ പറയുന്നത് പോലെ തന്നെയാണ്. ഇറാൻ തോറ്റ് തുന്നം പാടി എല്ലാം അവസാനിച്ച് കിടക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന് കരുതി അമേരിക്ക വിശ്രമിക്കാൻ നോക്കുമ്പോഴാണ് ഇറാൻ വൻ സ്പീഡിൽ ഡ്രോണും മിസൈലുമായി വീണ്ടും വരുന്നത്. വരും ദിവസങ്ങളിൽ ട്രംപിന്റെ 100% തൃപ്തികരമായിട്ടുള്ള മറുപടി എന്ന ചോദ്യത്തിന് ഇറാൻ എന്തു കൊടുക്കും എന്ന് കണ്ടു തന്നെ അറിയണം. കാരണം ഒരു വശത്ത് വണ്ടുകളെ പോലെ കുനുകുനുകുനുകുനാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഡ്രോണുകൾ, മിസൈലുകൾ എല്ലാം. അതായത് ഏതാണ്ട് 30% ആയുധ മിസൈൽ ശേഷി നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷെ 300% വർദ്ധിപ്പിക്കാനാണ് ഇറാൻ നീക്കം. ഇതിനിടയിൽ അത് കയറി തടയാനോ അല്ലെങ്കിൽ അരുത് എന്ന് പറയാനോ തൽക്കാലം അമേരിക്കൻ പ്രസിഡന്റിന് പറ്റുന്നുമില്ല. ഭീഷണി തന്നെ ശരണം.
different angles. Don't forget to subscribe and support this channel.